ഒരാഴ്ച നമുക്ക് രാവിലെ തന്നെ വെള്ളമില്ല. ആ ഒരു അവസ്ഥയാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. അങ്ങനെ നമ്മൾ കുളിച്ച് മാറ്റി സാധനം വാങ്ങാണ്ടി പുറത്ത്. നമ്മളെ നാട്ടിലാണെങ്കിൽ നമ്മൾ തലേന്ന് തന്നെ സാധനമൊക്കെ വാങ്ങിക്കും. പക്ഷേ ഇവിടെ നമുക്ക് ഫ്രിഡ്ജ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇന്ന് രാവിലെയാണ്, പെരുന്നാളിൻ്റെ രാവിലെയാണ് സാധനം. പെരുന്നാളിൻ്റെ അത്ര ഒരു ഉഷാർ ഈ പെരുന്നാളിനില്ല. കാരണം എക്സാം ആയി അടുത്തോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ചൂടുണ്ട് കൂടെ. പിന്നെ ഷിഫ് എന്തായാലും സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ സാധനം വാങ്ങി എത്തിച്ചെടുത്താൽ അതുപോലെ ഉണ്ടാക്കിക്കോളും. കഴിഞ്ഞ പെരുന്നാൾക്ക് വാങ്ങിയ വേലാഞ്ചി ആകുമ്പോൾ ഇതേക്കാരം അവസ്ഥ, ഇത്ര ചോക്കുള്ളൂ. അങ്ങനെ നമ്മൾ ധർമ്മശാലയിലെ കോഴിക്കടയിലെത്തി. നമ്മൾ ചിക്കനൊക്കെ സെറ്റാക്കി ബാക്കി സാധനങ്ങൾ വാങ്ങി നേരെ റൂമിലേക്ക് വിട്ട്. റൂമിലേക്ക് നടക്കുമ്പോഴാണ് നമ്മൾ ഈ ഒരു ദാദനെ പരിചയപ്പെട്ടത്. മൂപ്പർക്കാണെങ്കിൽ നമ്മളായിട്ട് ഇംഗ്ലീഷ് വരാം. ഞാൻ ഇത്രയും കാലം പഠിച്ചിട്ട് ഇത്ര ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് പറയില്ല. Andhra Pradesh. Okay. We are from Kerala. Kerala. Oh my God. As my two daughters was staying at Tamil Nadu, Madras. മൂപ്പരോട് വർത്താനം പറഞ്ഞപ്പോഴാണ് മൂപ്പര് ഇവിടെ ഒരു ചെറിയൊരു ഷെഡൊക്കെ കെട്ടിയിട്ട് അവിടെയാണ് നിൽക്കണം, ഒറ്റക്കാണെന്നുള്ള കാര്യങ്ങളൊക്കെ. ശരിക്കും ഞങ്ങൾ ഈദ് അടിപൊളിയൊക്കെ മൂപ്പരാണ്. ഞങ്ങൾ മൂപ്പർക്ക് ഫുഡൊക്കെ കൊടുത്തപ്പോൾ മൂപ്പര മുഖത്തുണ്ടായിരുന്ന ഒരു സന്തോഷമുണ്ട്. അതാണ് ശരിക്കും നമ്മൾ ഈ ഇത് സ്പെഷ്യലാക്കിയത്. നമ്മളെന്താ ഉണ്ടാക്കണേ? നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൂട്ട്സ് കസ്റ്റാർഡ്. പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് യമൻ ഡിഷ് ഹണി. മട്ടനില്ലാത്തത് കൊണ്ട് നമ്മൾ ചിക്കൻ ഹനീത്താണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചിക്കൻ ഹനീത്തിന് ഞങ്ങൾ ഹനീത്ത് ഇതുവരെ തിന്നാത്തോണ്ട് കുഴപ്പമില്ല. നമ്മുടെ മന്തിയുടെയും ചിക്കൻ ബിരിയാണിയുടെ എപ്പോഴും ഉണ്ടാക്കിയത് അപ്പോൾ ഒരു വെറൈറ്റി പിടിക്കാൻ വെച്ചിട്ട് ചിക്കൻ ഹനീത്താക്കി. മന്തി പോലെ തന്നെ മന്തിന്റെ കുറച്ചൊരു ഡിഫറൻസ്, മന്തിന്റെ ഒരു കസിൻ. ഫുഡിൻ്റെ നാട്ടിൽ നിന്നും ആയതുകൊണ്ട് തന്നെ ഷിഫാണ് നമ്മുടെ റൂമിലത്തെ മെയിൻ ഷെഫ്. നല്ല അടിപൊളിയായിട്ട് കുക്ക് ചെയ്യണതുകൊണ്ട് തന്നെ നമ്മളെല്ലാ പ്രാവശ്യം ഫുഡിൻ്റെ കാര്യം ഓളെ ഏൽപ്പിക്കും. അങ്ങനെ നമ്മൾ കസ്റ്റാർഡൊക്കെ സെറ്റാക്കി നമ്മുടെ മെയിൻ താരം ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഈദ് മുബാറക്. ഇവിടുന്ന് കിട്ടിയ ആട്ടുമായിട്ട് നേരെ ഷിഫൻ്റെ അടുത്തേക്ക് പോയതാണ് ചിക്കൻ കുറിക്കാൻ വേണ്ടിയിട്ട്. നമ്മളൊക്കെ ഇങ്ങനെ ചിക്കൻ നോക്കിയിരിക്കില്ല, ചിക്കൻ പൊരിക്കുമ്പോൾ രണ്ടെണ്ണമൊക്കെ കിട്ടും. ഒരേത്തെ പോലെ തന്നെ ചിക്കൻ വന്ന് ഒരു പീസ് ഇട്ടൂല എന്ന് പറഞ്ഞിട്ട് ഷിഫൻ്റെ അവിടുന്ന് ആട്ടി. എന്നിട്ട് ഞങ്ങളോട് പോയിട്ട് കറിവേപ്പിലെങ്കിലും എടുത്തൊന്ന് സഹായിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ അവളുടെ സങ്കടം കേട്ടിട്ട് കറിവേപ്പില എടുക്കാൻ പോയ കഥയാണിത്. ഇത് കഞ്ചാവിൻ്റെ ഇലക്ക് പകരം കഞ്ചാവിൻ്റെ ഇല മതിയെന്ന് ചോദിച്ച് ശിവക്ക് വിളിച്ചപ്പോൾ വീണ്ടും ആട്ട്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ സെറ്റായി. ഫുഡ് കഴിക്കാനുള്ള ഒരു ആർത്തി കാരണം പിന്നെ അങ്ങോട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. എന്താ പാട്? ഈ എല്ലുകൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അടിപൊളി സാധനം, നല്ല ടേസ്റ്റ് ഉണ്ട്. ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനത്തെ സാധനം തിന്നുന്നത്. ഇതിന്റെ പേര് യമനിയാണ് ഫുഡ്, ഹനീത്ത്. അപ്പൊ അത്രക്കുള്ളൂ. എല്ലാവർക്കും ഈദ് മുബാറക്. ബൈ.